നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനകത്തുള്ള കീവേഡുകളാണ്. നോട്ട് എന്നൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം അത് പെൻസിലോ പേനയോ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യണം. അതിനുശേഷമേ ആൻസറിലേക്ക് പോകാവൂ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ, ദ നാഷണൽ സോങ് വന്ദേ മാതരം വാസ് കമ്പോസ്ഡ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒറിജിനലി ഇൻ Bengali. B. The national calendar of India based on Shaka era has its first Chaitra on 22nd March normally and 21st March in a leap year. Option C. The design of the national flag of India was adopted by the Constituent Assembly on 22nd July 1947. Option D. The song Jana Gana Mana, composed originally in Bengali by Rabindranath Tagore, was adopted in its Hindi version by the Constituent Assembly on 24th January 1950 as the National Anthem of India. ഈ പറഞ്ഞിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ സെന്റൻസ് പരിശോധിക്കാം. നാഷണൽ സോങ് വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി കമ്പോസ് ചെയ്തിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്, ബംഗാളിയിലല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. പിന്നെ തുടർന്ന് നോക്കേണ്ടതില്ല, ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ സ്ട്രെങ്തൻഡ് ദ വൈസ്രോയിസ് അതോറിറ്റി ഓവർ ഹിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പോർട്ട്ഫോളിയോ ഓർ ഡിപ്പാർട്ട്മെന്റൽ സിസ്റ്റം ഫോർ കോർപ്പറേറ്റ് ഫങ്ഷനിങ്? അതിനകത്തൊരു കീവേഡ് ഉണ്ട്, പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ടിൽ കൂടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷനിൽ നോക്കാം. എ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. സി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892. ഡി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 പ്രകാരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ മോസ്റ്റ് ഷോർട്ട് ലിവ്ഡ് ഓഫ് ഓൾ ഓഫ് ദ ബ്രിട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്ത്യ വാസ്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റ്സിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ പീരീഡ് കുറഞ്ഞ എക്സ്പെരിമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. ഓപ്ഷൻ സി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഓപ്ഷൻ ഡി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഓപ്ഷൻ സി, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിപ്പോർട്ട് ഫോംഡ് ദ ബേസിസ് ഓഫ്? മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിപ്പോർട്ട് ഏത് ആക്ടിനാണ് ബേസിസ് ആയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഓപ്ഷൻ ബി, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓപ്ഷൻ സി, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ഡി, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. നമുക്കെല്ലാവർക്കും അറിയാം, മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിപ്പോർട്ട് ബേസിസ് ആയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അതിനെ മറ്റൊരു പേരിൽ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചർ അല്ലാതായി വരുന്നത്? നോട്ട് എന്നുള്ള കീവേഡ് അവിടെ ഉണ്ട്, മാർക്ക് ചെയ്യുക. ഓപ്ഷൻ എ, ഡയാക്കി
at the center as well as in the provinces. Option B, a bicameral legislature. Option C, provincial autonomy. Option D, an all India federation. Option A ശ്രദ്ധിക്കൂ, ഡയാർക്കി അറ്റ് ദ സെന്റർ ആസ് വെൽ ആസ് ഇൻ ദ പ്രൊവിൻസസ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഫീച്ചറാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Question number 6. In which one of the following provinces was a Congress ministry not formed under the Act of 1935? 1935 ആക്ട് പ്രകാരം കോൺഗ്രസ് മിനിസ്ട്രി താഴെ പറയുന്നവയിൽ ഏത് പ്രൊവിൻസിലാണ് രൂപീകരിക്കാത്തത്? അവിടെയും നോട്ട് എന്നുള്ളൊരു കീവേഡ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മദ്രാസ്, ഓപ്ഷൻ സി ഒറീസ, ഓപ്ഷൻ ഡി പഞ്ചാബ്. ആൻസർ ഓപ്ഷൻ ഡി പഞ്ചാബാണ്. ഇനി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം കോൺഗ്രസ് മിനിസ്ട്രി ഫോം ചെയ്ത പ്രൊവിൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 പ്രൊവിൻസസിലാണ് കോൺഗ്രസ് മിനിസ്ട്രി ഫോം ചെയ്തത്. നമ്പർ 1 യുണൈറ്റഡ് പ്രൊവിൻസസ്, നമ്പർ 2 ബീഹാർ, നമ്പർ 3 ദ സെൻട്രൽ പ്രൊവിൻസസ്, നമ്പർ 4 ബോംബെ, നമ്പർ 5 മദ്രാസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി പഞ്ചാബാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. The members of the Constituent Assembly which drafted the Constitution of India were? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ് ചോദ്യം. ഓപ്ഷൻസ്: നോമിനേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്, നോമിനേറ്റഡ് ബൈ ദ ഗവർണർ ജനറൽ, elected by the legislative assemblies of various provinces, elected by Indian National Congress and Muslim League. നമ്മൾ പഠിച്ചിട്ടുണ്ട് members of the Constituent Assembly were elected by the legislative assemblies of various provinces എന്ന്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. Question number 8. Dr. B.R. Ambedkar was elected to the Constituent Assembly from? ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന്. ഓപ്ഷൻസ്: എ വെസ്റ്റ് ബംഗാൾ, ബി ബോംബെ പ്രസിഡൻസി, സി ദ ദെൻ മധ്യഭാരത്, ഡി പഞ്ചാബ്. ആൻസർ ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 9. The instrument of instructions contained in the Government of India Act 1935 have been incorporated in the Constitution of India in the year 1950 as? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ഓപ്ഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ബി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓപ്ഷൻ ഡി എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഭാഗം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് 1950 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ കീവേഡ് ഉണ്ട് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത്? നമ്പർ 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990, അതിന് നേരെ ഡയാർക്കി എന്ന് തന്നിരിക്കുന്നു. നമ്പർ 2 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതിന് നേരെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് തന്നിരിക്കുന്നു. നമ്പർ 3 മിന്റോ മോർലി റിഫോംസ്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് തന്നിരിക്കുന്നു. നമ്പർ 4 മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതിന് നേരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് തന്നിരിക്കുന്നു. നമ്പർ 5 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അതിന് നേരെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നും തന്നിരിക്കുന്നു. അതിന്റെ കോഡ്സ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 4 and 5, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 5, ഓപ്ഷൻ ഡി 2 and 3. ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ഡയാർക്കി എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു.
മിൻറ്റോ മോർലി റിഫോംസിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. മൗണ്ട് ബാറ്റൻ പ്ലാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യാനുള്ള ഒരു പ്ലാൻ അല്ലായിരുന്നു, അത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യയുടെ പ്ലാൻ ആയിരുന്നു. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയുടെ പ്ലാൻ അല്ല, അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ എയിലാണ് 4 and 5 തന്നിരിക്കുന്നത്. അപ്പോൾ 4 and 5 ആണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത്. Question number 11. Who among the following were the members of the drafting committee of the constitution? താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരുന്നത്? 1. K.M. മുൻഷി, 2. ജവഹർലാൽ നെഹ്റു, 3. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, 4. സർദാർ പട്ടേൽ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1, 3 and 4, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 2, 3 and 4. ശ്രദ്ധിക്കുക, ഇതിനകത്ത് തന്നിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ്. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സായിട്ടുള്ളത് ഈ ഓപ്ഷനിൽ K.M. മുൻഷിയും അല്ലാടി കൃഷ്ണസ്വാമി അയ്യറുമാണ്. ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരുന്നില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 3. Question number 12. The constitution is declared to have been adopted and enacted by the. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ആരതിനെ അഡോപ്റ്റ് ചെയ്തു, എനാക്ട് ചെയ്തു എന്നാണ്. ഓപ്ഷൻസ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ബി പീപ്പിൾ ഓഫ് ഇന്ത്യ, സി ഇന്ത്യൻ പാർലമെന്റ്, ഡി ബ്രിട്ടീഷ് പാർലമെന്റ്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. Question number 13. Who was the chairman of advisory committee of the Constituent Assembly? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി K.M. മുൻഷി, ഓപ്ഷൻ സി കൃപലാനി, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആൻസർ. Question number 14. The President of India provided the authoritative text of the Constitution in Hindi to the people of India through. ഇന്ത്യൻ ജനതയ്ക്ക് ഹിന്ദി വേർഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സമർപ്പിച്ചത് താഴെ പറയുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ കൂടിയാണ്? ഓപ്ഷൻ എ 57th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1987, ഓപ്ഷൻ ബി 58th Constitutional Amendment Act 1987, option C 59th Constitutional Amendment Act 1988, option D 61st Constitutional Amendment Act 1988. ആൻസർ ഓപ്ഷൻ ബി ആണ്, 58ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1987 കൂടിയാണ് ഹിന്ദി വേർഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീവ് ടെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ സെക്കുലർ സ്റ്റേറ്റ്? താഴെ പറയുന്ന ഏത് ഭാഗത്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന്? ഓപ്ഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ബി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓപ്ഷൻ ഡി പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഓപ്ഷൻ ഡി പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണ്, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്താണ് ഇന്ത്യയെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത 15 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഉൾപ്പെടെയുള്ള PDF ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബ്രൈറ്റ് ബിഗിനേഴ്സിന്റെ ടെലഗ്രാം ചാനലിലും ലഭ്യമാകുന്നതാണ്. താങ്ക് യു.